സാധാരണ എല്ലാവർക്കും യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടാറാണ്, പക്ഷെ നമ്മളത് ഉണ്ടാക്കി നോക്കാൻ പോവാണ്. ഗൂഗിൾ നോക്കിയ ഒറിജിനൽ പ്ലേ ബട്ടന്റെ സൈസ് കിട്ടും. ആ ഒരു സൈസിൽ നമ്മൾ ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഗൂഗിളിൽ നിന്ന് നീളം വീതി മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ ഒരു ഐഡിയയിൽ ചെയ്യുന്നതാണ്. 10K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എന്റെ അടുത്ത് കുറച്ചൊരു തമാശക്ക് ചോദിച്ചാണ് കേട്ടോ പ്ലേ ബട്ടൺ ഒന്നും കിട്ടിയില്ല എന്നുള്ളത്. എന്നാൽ അതൊരു കളിയാക്കലായി കൂട്ടാതെ എന്തുകൊണ്ട് നമുക്കത് ചെയ്ത് നോക്കിക്കൂടാന്നൊരു തോന്നലാണ് എനിക്ക് വന്നത്. ആക്ച്വലി 100K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോഴാണ് യൂട്യൂബ് എല്ലാവർക്കും സിൽവർ പ്ലേ ബട്ടൺ കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്നത് 10K ആകുമ്പോൾ കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പോവാണ്, അതും നമ്മുടെ പേരിൽ തന്നെ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഒറിജിനൽ പ്ലേ ബട്ടൺ മെറ്റലിലാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത് പേപ്പറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ബോക്സ് പാക്കേജ് ചെയ്യുന്ന പോലെ പ്ലേ ബട്ടന്റെ ലേ ഔട്ട് സെറ്റ് ചെയ്ത് അതിലോട്ട് ഡിസൈൻസിനെ പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലേ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്ത് നോക്കിയില്ല എന്നായിരിക്കും ഞാൻ തിരിച്ചു ചോദിക്കുക. കാരണം ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല, അത് ചെയ്ത് കാണിച്ചിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടന്റെ ഈ ഒരു ലേ ഔട്ട് നമ്മൾ ഇത് ഇല്ലുസ്ട്രേറ്ററിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ബാലൻസ് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഇത് പ്രിന്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു പ്ലേ ബട്ടന്റെ ആ ഒരു ഷേപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്ലേ ബട്ടൺ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ ബാക്കി ഇതിന്റെ ബാലൻസ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു പാർട്ടായിട്ട് ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ബൈ ഗൈസ്.